സിറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാനയിൽ പ്രതിഷേധം തുടരുന്നു. സർക്കുലർ കത്തിച്ച് വിമത വിഭാഗം. എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ സർക്കുലർ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. പ്രതിഷേധങ്ങൾക്കിടെ മഞ്ഞപ്ര മാർ സ്ലീവ ഫെറോന പള്ളിയിൽ സർക്കുലർ വിശദീകരിച്ചു വൈദികർ. വിവരങ്ങളുമായി ഇപ്പോൾ സഹിൻ ആന്റണി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സഹിൻ, കുർബാന വിവാദം സിറോ മലബാർ സഭയിൽ പുകഞ്ഞ് കത്തുകയാണ്. ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സീറോ മലബാർ സഭയിൽ ഇപ്പോൾ കുർബാന വിവാദം ശക്തമായി തന്നെ പുകഞ്ഞു കത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ കടവന്ത്രയിലുള്ള പള്ളിയിൽ ഈ സർക്കുലർ വലിച്ചു കീറി പ്രതിഷേധിക്കുകയായിരുന്നു വിശ്വാസികൾ. ഇപ്പോൾ അല്പനേരത്തിനുള്ളിൽ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന സെന്റ് മേരീസ് ബസിലിക്കയിൽ ഈ സർക്കുലർ കത്തിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും വിമത വിഭാഗത്തിന്റെ പ്രധാനിയായിട്ടുള്ള റിജു കാഞ്ഞുകാരൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ സർക്കുലർ കത്തിക്കലും ഒപ്പം തന്നെ വലിച്ചു കീറലും എല്ലാമാണ്? അല്ല, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമായി നേരത്തെ ഈ സർക്കുലർ പുറത്തിറങ്ങിയ ദിവസം തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നതാണ്. എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളെയും വൈദികരെയും പുറത്തിറക്കി കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പള്ളികളും സ്ഥാപനങ്ങളിലും ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത വിശ്വാസമില്ലാത്ത വിശ്വാസ ക്രമങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ആര് നടത്തിയാലും ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ അതിരൂപത, ഞങ്ങളുടെ വിശ്വാസം അതിന്മേൽ കടന്നു കയറാനുള്ള ഏതൊരു നീക്കത്തെയും ഞങ്ങൾ ചെറുക്കുക തന്നെ ചെയ്യും. ആവശ്യപ്പെടക്കുള്ള ഒരു ഏകീകൃത കുർബാന വേണമെന്നാണ് വാശി പിടിക്കുന്നത്. അതെ, അവർ ആവശ്യപ്പെടുന്ന കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലപാടിന് വിരുദ്ധമാണ്. ഞങ്ങളുടെ നിലപാട് എന്താണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി ഈ പറയുന്ന സിനഡിനും മേജർ ആർച്ച് ബിഷപ്പിനും വത്തിക്കാനും ഓറിയന്റൽ കോൺഗ്രിഗേഷനും ഒക്കെ പല വട്ടങ്ങളിൽ ഞങ്ങളുടെ മുഴുവൻ വിശ്വാസ സമൂഹത്തിന്റെയും നിലപാട് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. പള്ളിയിലേക്ക് പള്ളിയിലേക്ക് കയറ്റില്ല ഏകീകൃത കുർബാന അർപ്പിക്കാൻ ഇവിടെ ആര് വന്നാലും നമ്മൾ അനുവദിക്കില്ല. കുർബാന അല്ലാതെ അവർക്ക് വരാം, ഞങ്ങളെ കാണാം, ഞങ്ങളോട് സംസാരിക്കാം, ഞങ്ങളുടെ വാതിലുകൾ ചർച്ചകൾക്ക് വേണ്ടി എന്നും ഞങ്ങൾ തുറന്നിട്ടിട്ടുണ്ട്. പക്ഷേ അതല്ല അടിച്ചേൽപ്പിക്കാൻ ബലമായി നിങ്ങൾ ജൂലൈ 3 കഴിഞ്ഞ് നിങ്ങളെല്ലാം ഈ പള്ളിക്ക് പുറത്ത്, ഞങ്ങളെ 6 ലക്ഷം വിശ്വാസികളും വൈദികരും പള്ളിക്ക് പുറത്ത് എന്ന നിലപാടെടുത്താൽ അതിനെ പ്രതിരോധിക്കാൻ പിടിച്ചെടുക്കേണ്ടി വരും. ഞങ്ങളുടെ പള്ളികൾ പിടിച്ചെടുക്കണ്ടല്ലോ, ഞങ്ങളുടെ കയ്യിലാണല്ലോ. ഇവിടുത്തെ ഒരു മെത്രാനും ഈ പള്ളി പണിയാൻ ഒരു ഇഷ്ടിക പോലും ദാനം ചെയ്തിട്ടില്ല. അവരൊരു ഇഷ്ടിക എടുത്തു വെച്ചിട്ടില്ല. ഈ ഇടവ സമൂഹത്തിന്റെ സ്വന്തമാണ് ഈ പള്ളി. മെത്രാന്മാർ പുറത്തേക്ക് പോകേണ്ടി വരും അങ്ങനെ ഒരു നിലപാടെടുത്ത്. അവരിരിക്കുന്നോട്ടെ, ഞങ്ങളുടെ പള്ളികളിലേക്ക് അതിക്രമിച്ച് കയറാൻ ആരെയും ശ്രമിക്കില്ല. ഈ രൂപതയിലെ വൈദികരെ പുറത്താക്കിക്കൊണ്ട് മറ്റെവിടെന്നെങ്കിലും ഒരു വൈദികനെ ഞങ്ങളുടെ പള്ളി കോമ്പൗണ്ടിൽ കാല് കുത്താൻ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. കായികമായി തന്നെ നേരിടും, ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ പള്ളിയിൽ ഒരു കോമ്പൗണ്ടിൽ കടന്നു വരാൻ മറ്റൊരു രൂപതയിൽ നിന്നുള്ള വൈദികനെയോ അതിന്റെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ മറ്റാരെയും ഞങ്ങൾ അനുവദിക്കില്ല. അത് ഞങ്ങളുടെ വിശ്വാസ സമൂഹം പൂർവികരായി പിടിയേരി പിരിച്ചും ദാനം നൽകിയും കൊടുത്ത ഭൂസ്വത്തുക്കളും സ്ഥാപനങ്ങളും ആശുപത്രികളും സ്കൂളുകളും പള്ളികളുമാണ്. അത് പിടിച്ചെടുക്കാൻ ഒരു വ്യക്തിയെ ഞങ്ങൾ അനുവദിക്കില്ല. അത് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ സഭാ സമൂഹത്തിൻ്റെതാണ്. സമാധാനത്തിന് വേണ്ടി അക്രമത്തിലേക്ക് വേണേ പോകും? ഇല്ലില്ല, സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെ ചർച്ചയ്ക്ക് പോകാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ കടന്നു കയറാൻ പറഞ്ഞാൽ അതിന് ഞങ്ങൾ പ്രതിരോധിക്കുമെന്നാണ് പറഞ്ഞത്. അക്രമത്തിലേക്ക് പോകുന്നതല്ല, പ്രതിരോധിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന് ഏത് രീതിയിലാണോ ഞങ്ങളുടെ പ്രതിരോധം ഞങ്ങൾക്ക് സജ്ജമാക്കാൻ സാധിക്കുക ആ തരത്തിൽ പ്രതിരോധിക്കും. അത് തന്നെയാണ് ലക്ഷ്മി പത്മ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധം തന്നെയാണ് വിശ്വാസികളിൽ നിന്നുള്ളത്. ഒപ്പം തന്നെ പുരോഹിതരും വലിയ പ്രതിഷേധത്തിലാണ്. 328ഓളം പള്ളികളാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ളത്. ആ പള്ളികളിലെ എല്ലാം തന്നെ വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഏകീകൃത കുർബാന ഒരു നിലയിലും അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത്. ജനാഭിമുഖ കുർബാന മാത്രമേ തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം കാലങ്ങളായി തങ്ങൾ അത്തരത്തിലുള്ള ഒരു വിശ്വാസവുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ബിഷപ്പ് അടക്കമുള്ളവർ ഇത്തരത്തിൽ ഏകീകൃത കുർബാന വേണമെന്നുള്ള ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നത്, ഒരു സർക്കുലർ പുറത്തിറക്കിയത്. ഈ സർക്കുലർ അല്പനേരത്തിനുള്ളിൽ തന്നെ ഈ സെന്റ് മേരീസ് ബസിലിക്കയിൽ കത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി പത്മ, സഹിൻ, പ്രതിഷേധം കെട്ടടങ്ങുന്നില്ല. ഇരുവിഭാഗവും ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥിതി, ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? അങ്ങനെ വേണമോ കരുതാൻ? ഈ ജൂലൈ 3 ഇത് രണ്ടായി പിളരുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ ഇപ്പോൾ നീങ്ങുന്നത്? ഇവർ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇവർക്ക് സ്വതന്ത്രമായാലും പ്രശ്നമില്ല, ബിഷപ്പുമാർ പറയുന്ന ഏകീകൃത കുർബാന അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ്. പിളരേണ്ടി വരുമോ? അല്ല, പിളരുക എന്നതിനേക്കാൾ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനമായ ഇപ്പോൾ ഇവർ പറയുന്ന സീറോ മലബാർ സഭയുടെ യഥാർത്ഥ പേര് അങ്കമാലി എറണാകുളം അങ്കമാലി ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് എന്നാണ്. ഞങ്ങളുടെ സഭയാണിത്, ഞങ്ങളിവിടെ ഉണ്ട്. ഇവർക്ക് പിളർന്നു പോകണമെങ്കിൽ പോകാം.
ഞങ്ങളിൽ നിന്ന് പിളർന്നു പോയി ഇവർ ബിഷപ്പ് വേറൊരു സ്ഥലത്തേക്ക് പോയിക്കോട്ടെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പിളർന്ന് ഞങ്ങളുടെ പള്ളിയും സ്ഥാപനവും എടുത്തുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അവർക്ക് പിളർന്ന് പോകണമെങ്കിൽ പോകാം. എന്തായാലും അവർ പറയുന്ന ഏകീകൃത കുർബാനയുമായി അവരുടെ കീഴിലൊന്നും നിൽക്കാൻ പറ്റില്ല. ഇതേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ ബസിലിക്ക ഇടവക്കാരാണ്. ഞാൻ ബസിലിക്ക ഇടവക്കാരനാണ്. ഈ ബസിലിക്ക ദേവാലയം വളരെ ശാന്തമായിട്ടും വളരെ സമാധാനത്തോടെയും ഒറ്റക്കെട്ടായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഇടവക ദേവാലയമാണ് ഇടവകയിലെ അംഗങ്ങളും. ഇത് മനഃപൂർവ്വം ഈ ദേവാലയം ഇന്ന് ഇവിടെ വിശുദ്ധ കുർബാന ഇല്ലാതായിട്ട് 2 വർഷമാകാൻ പോകുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഒറ്റ ഒരാളാണ്. കാരണം ആൻഡ്രൂസ് മെത്രാനാണ്. ഇവിടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ആ മനുഷ്യൻ ഇവിടെ വന്നപ്പോഴാണ് ഈ ദേവാലയം ഇന്ന് ഈ സ്ഥിതി വിശേഷത്തിലേക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അദ്ദേഹം ഇവിടെ നല്ലൊരു വൈദികൻ, ഇവിടെ ഒരു ഇടവക വികാരി, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒരു വികാരിയായിരുന്നു ആന്റണി നരികുളച്ചൻ. അദ്ദേഹം ഇവിടെ വളരെ ഭംഗിയായിട്ട് പുതിയൊരു സംവിധാനത്തിലേക്ക് പോകാം എന്നുള്ളത് തന്നെയാണ് അല്ലേ? ഞങ്ങൾ പലവട്ടം ഇവരോട് പല സജഷൻസും വെച്ചിരുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവർക്ക് നിഷ്പ്രയാസം 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. വലിയൊരു തർക്കം വരുന്നത് പലപ്പോഴും വലിയ രീതിയിലുള്ള സ്വത്ത് സംബന്ധിച്ചുള്ള ഒരു തർക്കം വരുന്നുണ്ട്. കാരണം ഇത് പണത്തിന്റെ കളിയാണെന്ന് പറയുന്ന ആളുകളുണ്ട്, ആക്ഷേപമുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇവരിപ്പോൾ പറയുന്നു ജൂലൈ 3 കഴിഞ്ഞ് നിങ്ങൾ പറയുന്ന കുർബാന ചെല്ലിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ വൈദികരും വിശ്വാസികളും ഈ സഭയ്ക്ക് പുറത്താണ് എന്ന് പറയുന്നു. പുറത്തായി അപ്പൊ അത് പുറത്താണ് എങ്കിൽ അതോടെ പ്രശ്നം തീർന്നില്ലേ? ഞങ്ങളുടെ ആരാധനയും ഞങ്ങളുടെ കുർബാനക്രമങ്ങളും ഞങ്ങളുടെ പരിപാടികളും മുന്നോട്ട് പോക്കോളാം. ഇവർക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും ആ സഭയ്ക്ക് പുറത്താണ്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അപ്പോൾ ഇവർ അടുത്ത നടപടിയുമായി വരും. ഇവിടുത്തെ സ്ഥാപനങ്ങൾ അവരുടെയാണ്, അവരുടെ പള്ളിയുണ്ട്, സ്വത്തുണ്ട്. അപ്പോഴാണ് ഇവരുടെ കള്ളി വെളിച്ചത്ത് വരുന്നത്. കുർബാനയല്ല ഇവരുടെ പ്രശ്നം. എറണാകുളം അതൊന്നും വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കില്ല. ഞങ്ങളുടെ പൂർവികരായിട്ടുണ്ടാക്കിയ ഭൂസ്വത്തുക്കളും സ്ഥാപനങ്ങളും ഞങ്ങളുടെ കുടുംബക്കാരുണ്ടാക്കിയ സാധനങ്ങളാണ്. അതെങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എവിടെ നിന്ന് വന്ന വരുത്തന്മാർക്ക് വിട്ടുകൊടുക്കുന്നത്? ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ പ്രതിരോധിക്കും. ബിഷപ്പടക്കമുള്ളവർ അത്തരം സ്വത്ത് കെട്ടിയെടുക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്നാണ് ആരോപണം. അല്ല, അതിന്റെ കള്ളി വെളിച്ചത്ത് വരാനാണ് ജൂലൈ 3 വരെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ജൂലൈ 3 കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്താണ് എന്നിവർ പറയുന്നു. അപ്പൊ ജൂലൈ 3 കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇവിടെ ഇടപെടേണ്ടതില്ല. ജൂലൈ 3 കഴിഞ്ഞാൽ നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താണ്. ജൂലൈ 3 കഴിഞ്ഞാൽ അയാളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട. അയാളും അയാളുടെ കുടുംബവും അയാളുടെ രീതികളുമായി മുന്നോട്ട് പോയിക്കോളും. ആ നിലപാടെടുത്ത പ്രശ്നം കഴിഞ്ഞില്ലേ? എത്ര സ്ഥാപനങ്ങളും എന്താണ് ഒരു ഉദ്ദേശ കണക്കുകൾ നിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രൂപത കേരള കത്തോലിക്ക സഭയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രൂപതയാണ്. കേരള കത്തോലിക്ക സഭയിൽ ഏറ്റവും വലുതാണ്. 6.5 ലക്ഷം വിശ്വാസികൾ, 328 പള്ളികൾ, 100 കണക്കിന് സ്കൂളുകൾ, കോളേജുകൾ, LFL ലിസിയോ അടക്കുന്ന ഹോസ്പിറ്റൽ ശൃംഖലകൾ, ഇതെല്ലാം എറണാകുളം അതിരൂപതയാണ്. കാക്കനാട് ബേസ് ചെയ്ത് നമുക്ക് നിരവധി സ്ഥാപനങ്ങൾ, കോളേജുകൾ, ഭൂസ്വത്തുക്കൾ. ജൂലൈ 3 വലിയ തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക്, വലിയ തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥകളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് പറയുന്ന ഒരു ആശങ്ക ഏതായാലും ഇപ്പോൾ അവിടെ പറയുമ്പോൾ മനസ്സിലാകുന്നു. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പിനോട് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടാണ് അവർ അവിടെ പറയുന്നത്. അവർ നേരത്തെ അവിടെ സർക്കുലർ കീറി പ്രതിഷേധിക്കുകയുണ്ടായി. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും ഈ സിനഡ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ള സർക്കുലറിനെതിരെയുള്ള പ്രതിഷേധമാണ്. ഒരു രീതിയിലും ഞങ്ങൾ ഇത് പിന്നോക്കം പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇത് എത്ര മുന്നോട്ട് പോവുകയാണെങ്കിലും ഞങ്ങൾ ഇതിനും കൂടുതൽ ശക്തിയായിട്ട് തിരിച്ചു വരും. ഞങ്ങൾ സഭയ്ക്കെതിരല്ല. അടിച്ചേൽപ്പിക്കുന്ന കുർബാന ഞങ്ങൾ സ്വീകരിക്കില്ല. അടിച്ചേൽപ്പിക്കുന്ന കുർബാന ഞങ്ങൾക്ക് സ്വീകരിക്കാനാവില്ല. അതാണ് ഞങ്ങളുടെ തത്വം. ഒരു ബലങ്ങൾക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ കുർബാന മതി. അടുപ്പിക്കില്ല. ഒരുത്തനും ഞങ്ങളുടെ പള്ളിയിലേക്ക് കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല. കേറ്റില്ല. ജനാഭിമുഖ കുർബാന അല്ലാത്തൊരു കുർബാന ചെല്ലാൻ ഒരു ആർച്ച് ബിഷപ്പിനെ ഞങ്ങളുടെ പള്ളിയിലേക്ക് കയറ്റുന്നില്ല. ഞങ്ങൾക്ക് കെട്ടായിട്ട് പ്രതിഷേധിക്കുന്നത്. ഒരു കട്ടുമുടിക്കുന്ന പിതാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. കാരണം കക്കാൻ വേണ്ടി മാത്രം വന്ന ആലഞ്ചേരി ഗുണ്ടായുസം പിടിച്ചുകൊണ്ടുവന്ന ആൻഡ്രൂസും അതിന് താളത്തിൽ തുള്ളുന്ന തട്ടിലും ഇവിടെ രൂപതയ്ക്ക് വേണ്ട. ഞങ്ങളുടെ മേത്ത് കയറി കളിച്ചിറങ്ങി ഞങ്ങൾ വിടത്തില്ല. അത് ബിഷപ്പല്ല, ആരായാലും കൊള്ളാം. ഞങ്ങളുടെ കുർബാന ഞങ്ങൾക്ക് വേണം. കുരിശിന്റെ മുമ്പിൽ വെച്ച കുരിശ് തൊട്ടാ ഹൃദയത്തിൽ വെക്കണം. ഹൃദയത്തിലുള്ളതാണ്. അല്ലാണ്ട് വെറുതെ കളിക്കാൻ വേണ്ടി പറയണ്ടല്ല. ഒരാളെ ഇവിടെ സമ്മതിക്കൂല ഞങ്ങളുടെ പള്ളിയിലോട്ട് കയറാൻ. ഇത് ഞങ്ങളുടെ രക്തമാണ്. ഞങ്ങളുടെ കാർന്നന്മാര് വേർപ്പൊഴിക്കേണ്ടാക്കിയ പള്ളിയാണ്. അല്ലാണ്ട് ഇന്നലെ കൊണ്ടുവന്ന ബിഷപ്പുമാരല്ല. ബിഷപ്പുമാരെ അവിടുന്ന് ഓർഡർ എടുക്കണവരല്ല. സത്യസത്യമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കള്ളത്തരം പട്ടണത്തിൽ ആരുമില്ല. ഞങ്ങളെല്ലാവരും
കാഞ്ഞിരപ്പള്ളിയൊക്കെ ആയിക്കോട്ടെ, ചങ്ങനാശ്ശേരി ആയിക്കോട്ടെ, കോട്ടയംകര ആയിക്കോട്ടെ, ഞങ്ങൾ ഒറ്റയ്ക്കാണ്, ഒറ്റക്കെട്ടായിട്ടാണ്. ജൂലൈ 3 ഏകീകൃത കുർബാന നടത്തണമെന്ന നിർദ്ദേശം സർക്കുലർ വലിയ തോതിലാണിപ്പോൾ പ്രതിഷേധം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുമോ എന്ന ഭയമുളവാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ, തീവ്ര പരാമർശങ്ങൾ നടത്തുന്നു വിശ്വാസികൾ. ഒരു പിളർപ്പിന് മുന്നിലാണോ നിൽക്കുന്നത് എന്ന് പറയുന്ന തോന്നലുളവാക്കുന്നുണ്ട്. ഏതായാലും ആ പ്രസ്താവനകൾ, സർക്കുലർ കത്തിച്ചുകൊണ്ടുള്ള അതിരൂക്ഷമായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയും ദിവസങ്ങളുണ്ട് ജൂലൈ 3 ഇതിനോടകം തന്നെ അവിടെ ഒരു ശക്തമായ പ്രതിഷേധത്തിൻ്റെ അടിത്തറ രൂപപ്പെടുന്നു. വലിയ തോതിൽ വിശ്വാസികൾ സമ്മേളിക്കുന്നു. വേണമെങ്കിൽ ബിഷപ്പിന് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ഒരു പിളർപ്പിന് മുന്നിൽ നിൽക്കുകയാണിപ്പോൾ സഭ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നേരത്തെ അവിടെ നിന്നും സർക്കുലർ അടക്കം കത്തിച്ചുകൊണ്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എങ്കിൽ തിരിച്ച് മറ്റൊരു വിഭാഗമുണ്ട്. ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോനയ്ക്ക് മുന്നിൽ സർക്കുലർ വായിച്ച് സിനഡ് കുർബാനയെ പിന്തുണയ്ക്കുന്ന കാത്തലിക് നസ്രാണി അസോസിയേഷൻ ഉടൻ പ്രതിഷേധിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്നും ആസിഫ് മുഹമ്മദ് ചേരുന്നുണ്ട്. ആസിഫ്, ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് എതിർത്ത് നിൽക്കുന്നവർ, ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ എത്രത്തോളമുണ്ട്? ഈ നേരത്തെ പ്രതിഷേധിക്കുന്ന അവരുടെ അത്രയും തന്നെ സംഖ്യ ഇവരുമുണ്ടോ? അവരുടെ പിൻബലം എങ്ങനെയാണ്? ഏത് തരത്തിൽ ഇതിനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് ലക്ഷ്മി, നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോനയ്ക്ക് മുമ്പിൽ സർക്കുലർ വായിച്ച് സിനഡ് കുർബാനയെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ ഏകീകൃത കുർബാനയെ പിന്തുണയ്ക്കുന്നവർ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ്. കാത്തലിക് നസ്രാണി അസോസിയേഷൻ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ തുടർന്നുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷേ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് സ്വാഭാവികമായും ഇവർക്കൊപ്പം ഉള്ളത് എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഭൂരിഭാഗം വൈദികരും ഈ ഒരു ഏകീകൃത കുർബാനയെ എതിർക്കുന്നവരും അതോടൊപ്പം ഈ ഒരു ജനാഭിമുഖ കുർബാന തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്നവരുമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഇവിടെ ചെറിയ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ജനാഭിമുഖ കുർബാനയെ അംഗീകരിക്കുന്ന ആളുകളും ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന ആളുകൾ തമ്മിൽ ചെറിയൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം പള്ളിയുടെ വെളിയിൽ മതി നിങ്ങളുടെ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനാഭിമുഖ കുർബാനയെ അംഗീകരിക്കുന്ന ആളുകൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അത് ചെറിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക്, ഉന്തും തള്ളിലേക്കും അടക്കം കാര്യങ്ങൾ പോകുന്ന ദൃശ്യങ്ങളാണ് ലക്ഷ്മി നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇടപ്പള്ളി ഈ സെന്റ് ജോർജ് ഫെറോന പള്ളിയിലടക്കം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഈ പള്ളി അടക്കം ഏകീകൃത കുർബാനയെ എതിർക്കുന്ന നിലപാടുള്ള വൈദികരടക്കമുള്ള ആ പള്ളിയാണ്. ജനാഭിമുഖ കുർബാന തന്നെ തുടരണമെന്ന നിലപാട് സ്വീകരിക്കുന്ന വൈദികരാണ് ഇവിടെ അടക്കമുള്ളത്. അതുകൊണ്ടാണ് സ്വാഭാവികമായും ഇന്ന് ഈ പള്ളിക്ക് വെളിയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന വിഭാഗം രംഗത്തെത്തിയത്. ഏകദേശം 10-15 ആളുകൾ മാത്രമാണ് ഈ ഏകീകൃത കുർബാന അംഗീകരിക്കുന്ന ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവർ ഈ ഒരു സർക്കുലർ വായിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തി ആ സംഘർഷം ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ അത് വേണമെന്ന് കടുത്ത നിലപാടെടുക്കുന്ന വിഭാഗവും അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാടെടുക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയെ ഭൂരിഭാഗം വരുന്ന വൈദികരെയും വിശ്വാസികളെയും അടങ്ങുന്ന ഒരു വിഭാഗവുമായി സ്വാഭാവികമായും വിശ്വാസികൾ വേർതിരിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഇടപ്പള്ളി ഫെറോന പള്ളിക്ക് മുമ്പിൽ ഈ ഒരു സർക്കുലർ വായിക്കാനുള്ള, സിനഡ് സർക്കുലർ വായിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. സിനഡ് സർക്കുലർ വായിച്ചു തുടങ്ങിയ സമയത്താണ് പള്ളിയിലെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയ വിശ്വാസികൾ, ഈ ഏകീകൃത കുർബാനയെ എതിർക്കുന്ന വിശ്വാസികൾ ഇപ്പോൾ അവരുടെ ഈ സർക്കുലർ വായിക്കുന്നത് ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ രണ്ട് കൂട്ടരുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം നേരിടാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും
പള്ളിക്ക് പുറത്ത് പോയി, പള്ളി കോമ്പൗണ്ടിന് പുറത്ത് പോയി മാത്രമേ നിങ്ങളുടെ ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വായിക്കാൻ കഴിയുകയുള്ളൂ. പള്ളി അങ്കണത്തിൽ നിന്നുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനയെ പിന്തുണയ്ക്കുന്ന വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ നിലവിൽ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വായിക്കാനുള്ള കാത്തലിക് നസ്രാണി അസോസിയേഷൻ്റെ നീക്കം അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. പോലീസ് ഇടപെട്ട് ഈ രംഗം ശാന്തമാക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ലക്ഷ്മി. ഏതായാലും ഇപ്പോൾ ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്നവർ ആ സർക്കുലർ വായിക്കാൻ വീണ്ടും ശ്രമിച്ചപ്പോൾ ഇപ്പുറത്തു നിന്ന് ജനാഭിമുഖ കുർബാനയെ പിന്തുണയ്ക്കുന്ന വിശ്വാസികൾ കൂക്കി വിളിച്ചുകൊണ്ട് അവരെ പുറത്തേക്ക് നീക്കാനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഒരു സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് രാവിലെ തന്നെ ഇവിടെ പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോലീസ് സ്വാഭാവികമായും രണ്ട് വിശ്വാസികളുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ആ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം തടയിടുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 380ഓളം ഇടവകകൾ ഉള്ള ഒരു അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. അതിൽ 10ൽ താഴെ മാത്രം ഇടവകകളിലാണ് ഈ ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്നുള്ളത് എന്നുള്ളതാണ് വാസ്തവം. ബാക്കി ഭൂരിഭാഗം ഇടവകളും ഏകദേശം 370ഓളം ഇടവകളും 370ഓളം ഇടവകളും ജനാഭിമുഖ കുർബാന തന്നെ നിലനിർത്തണമെന്നുള്ള ശക്തമായ നിലപാടുള്ള ഇടവകകളാണ്. 480ഓളം വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട്. അതിൽ 95% വൈദികരും ജനാഭിമുഖ കുർബാന എന്നുള്ള കടുത്ത നിലപാടിലാണ് ഉള്ളത്. ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളും ഇപ്പോഴും ഇവിടെ തുറന്നുകൊണ്ടായിരിക്കുകയാണ്. മറ്റുള്ളവർ പിൻവലിയാതെ പള്ളിക്കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകാതെ ഒരു കാരണവശാലും ഞങ്ങളും പിരിഞ്ഞു പോകില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് ജനാഭിമുഖ കുർബാനയെ പിന്തുണയ്ക്കുന്ന വിഭാഗവും ഇപ്പോൾ ഇവിടെ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഏതായാലും പോലീസ് രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് ഇരുകൂട്ടരോട് പിരിഞ്ഞു പോകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്.